100 ദിവസം, ബിഗ് ബോസിന്റെ 100 ദിവസം തീരാൻ ഇനി വെറും 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ആ 3 ദിവസത്തിലേക്കുള്ള യാത്രയിൽ ഈ ബിഗ് ബോസിന്റെ ആ ഒരു വിജയ കിരീടം, ആ ഒരു കപ്പയോ കപ്പയ്ക്കോ എന്ത് തന്നെ ആയാലും അത് ആര് വേണോ നേടിക്കോട്ടെ, ആ വിജയ കിരീടം ആരുടെ കയ്യിലോ എത്തിക്കോട്ടെ. പക്ഷെ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാം, പ്രേക്ഷകരുടെ മനസ്സിൽ, സാധാരണക്കാരായ മലയാളികളായ സാധാരണക്കാരായ പ്രേക്ഷകരുടെ മനസ്സിൽ അനീഷ് എന്ന് പറയുന്ന വ്യക്തി എപ്പോഴേ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം അത് അദ്ദേഹം ആ ഹൗസിനുള്ളിൽ ഈ കഴിഞ്ഞ നാളുകൾ അത്രയും നടത്തിയിട്ടുള്ള സ്വന്തമായിട്ടുള്ള പ്രയത്നം കൊണ്ട് തന്നെയാണ്. എവിടേക്കോ അദ്ദേഹത്തെ ഒരു കോമണർ അല്ല, അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആണെന്ന് വിശേഷിപ്പിച്ച അവിടുത്തെ മത്സരാർത്ഥികൾ, ക്ക് വേണ്ടി ഹിന്ദികൾ ഇട്ടുകൊടുത്ത പുറത്തു നിന്നും വന്ന സോ കോൾഡ് സെലിബ്രിറ്റികൾ, അവരുടെ കടന്നാക്രമണങ്ങൾ, ഇവിടെ എല്ലാം തന്നെ അനീഷിനെ അവർ സെലിബ്രിറ്റി ആക്കി മാറ്റിയപ്പോഴും ഒരു സാധാരണക്കാരൻ തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്ന്, താൻ പറഞ്ഞിരുന്ന വിഷയങ്ങളിൽ ഉറച്ചു നിന്ന് ഈ കഴിഞ്ഞ എൻറ്റയർ സീസണിൽ ഒരു നല്ല വ്യക്തിയായിട്ട്, എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു മനുഷ്യൻ ഇത്രയേറെ ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ അനീഷാൽ ആക്രമിക്കപ്പെടാത്ത മനുഷ്യർ അതിനകത്ത് വിരളമാണ്. വിരലിൽ എണ്ണാവുന്ന 1-2 പേരെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ എല്ലാ പേർക്കുമെതിരെ അനീഷ് വ്യക്തമായ ഗെയിം ടൈമുകളിലെല്ലാം തന്നെ നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ വിമർശനങ്ങൾ ഒന്നും തന്നെ അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഓരോ ആളുകളുടെ മേലെ നടത്തിയിട്ടുള്ള വിമർശനങ്ങളിൽ ഒന്നും തന്നെ അവരുടെ വ്യക്തി ജീവിതത്തെയോ അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്കോ കടന്നു കയറുന്നതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും അദ്ദേഹം അവിടെ ഉണ്ടാക്കിയിട്ടില്ല. ഹൗസിനകത്ത് നിന്നിട്ടുണ്ടായിട്ടുള്ള വിഷയങ്ങളിൽ, ഹൗസിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ ശക്തമായ നിലപാടുകളോടുകൂടി ശബ്ദമുയർത്തിയിട്ടുണ്ട്. പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കേണ്ട രീതിയിൽ അനീഷ് പ്രതികരിച്ചിട്ടുണ്ട്. ഒരു പരദൂഷണ കമ്മിറ്റിയിലോ ഒരു അന്തി ചർച്ചയിലോ അനീഷിനെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ വളരെ കൃത്യമായിട്ട് തന്റെ ഗെയിം എന്താണെന്നും താൻ എന്തിനാണ് ഹൗസിനുള്ളിൽ വന്നതെന്നും വളരെ വ്യക്തമായിട്ട് ആ മനുഷ്യൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അനീഷിനെ അനീഷ് ചേട്ട എന്ന് വിളിക്കാം. അതായത് ആ ചേട്ട എന്നുള്ളൊരു വിളിക്കകത്ത് ഒരു ബഹുമാനം, ഒരു സ്നേഹം, ഒരു എന്താ പറയാ, നമ്മൾ ഇത്രയും നാള് കഴിഞ്ഞ 100 ദിവസം വേണമെന്ന് പറയെങ്കിൽ പറയാം, 100 ദിവസം നമ്മൾ ഒരാളെ കാണുമ്പോൾ ആ മനുഷ്യന്റെ അവിടെയുള്ള ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കണ്ടു. വളരെ ശക്തമായിട്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു അനീഷേട്ടനെ, സ്നേഹത്തോടുകൂടി ആളുകളോട് പെരുമാറുന്ന ഒരു അനീഷേട്ടനെ, ഒറ്റപ്പെട്ടു പോകുന്ന ആളുകൾക്കിടയിൽ ഒരു സമാധാനം, ഒരു സാന്ത്വനം എന്ന രീതിയിൽ അവരുടെ കാര്യങ്ങൾ കേൾക്കുന്ന ഒരു അനീഷേട്ടനെ, അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ ഒരുപാട് തലത്തിൽ നമ്മൾ അനീഷിനെ ഹൗസിനുള്ളിൽ കണ്ടു കഴിഞ്ഞു. എൻറ്റയർ സീസണിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. കാരണം ഇന്നലെ ഈ പറയുന്ന BB+ലാണെന്ന് തോന്നുന്നു, ഓരോരുത്തർക്കും തങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള നിമിഷം ഏത് എന്ന് പറയാൻ പറഞ്ഞപ്പോൾ അവിടെയുള്ള ഭൂരിഭാഗം പേരും പറഞ്ഞത് നമുക്കൊരു വീക്കായിരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നപ്പോൾ ആ സമയത്ത് അനീഷേട്ടൻ വന്ന് നമ്മളെ ആശ്വസിപ്പിച്ചു എന്നാണ്. തീർച്ചയായിട്ടും ഈ ലോകത്ത് എല്ലാ പേർക്കും പ്രശ്നങ്ങളുണ്ട്. ഒരാളെ തമ്മിൽ കാണുമ്പോൾ അവരോട് എന്തെങ്കിലും തരത്തിലുള്ള ഗഡ്ജ് ഉണ്ടെങ്കിൽ, പിണക്കമുണ്ടെങ്കിൽ, വൈരാഗ്യമുണ്ടെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ എത്രയൊക്കെ തന്നെ ഒരു സമയത്ത് കടിച്ചു പറിക്കുന്ന ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന മനുഷ്യർക്ക് പോലും ഒരു വേദന ഉണ്ടാവുന്ന സാഹചര്യം കണ്ടപ്പോൾ ആ നിമിഷത്തിൽ, ആ സമയത്തുണ്ടായിരുന്ന എല്ലാ ദേഷ്യവും മാറ്റി വെച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടി ആ ആളുകളോട് വന്ന് എന്താണ് അവരുടെ പ്രശ്നം എന്നറിഞ്ഞ് ആ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ ഒരു സ്പേസ് ആ മനുഷ്യൻ അവിടെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതൊരു മാതൃക തന്നെയാണ്. ബിഗ് ബോസ് ജനങ്ങളിൽ എന്ത് മാതൃക കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്ത് മെസ്സേജ് ആണ് പബ്ലിക്കിന് തരുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു വളരെ വലിയ പങ്ക് ഈ സീസണിൽ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി കാണിച്ചു തന്നിട്ടുണ്ട്. അതിപ്പോൾ അനുമോളെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു സീനാണെങ്കിലും വളരെ ഭംഗിയോട് കൂടിയിട്ടാണ് ആ മനുഷ്യൻ അതിനെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. തന്റെ മനസ്സിൽ തോന്നിയ ഒരു പ്രണയം അതിന് ഉള്ളിൽ വെച്ച് നീറ്റാതെ ആ പ്രണയത്തിന്റെ ആ ഒരു കറക്റ്റ് വേർഷൻ എന്താണോ തന്റെ ഫീൽ, ആ ഫീൽ അതുപോലെ ആ പെൺകുട്ടിയോട് പറയുകയും പറഞ്ഞതിന് ശേഷം ആ മറുപടി അത് അനുകൂലമല്ലായിരിക്കും എന്നുള്ള ഒരു തോന്നലിൽ നിന്നുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ട് വളരെ സമാധാനത്തോടുകൂടി പിന്നെയും ആ മനുഷ്യനെ കണ്ടാൽ ചിരിക്കണമെന്ന്, അല്ലെങ്കിൽ ഒരു സുഹൃത്തായിട്ടെങ്കിലും കൺസിഡർ ചെയ്യണം എന്നുള്ള ഒരു പോയിന്റിൽ നിർത്തിക്കൊണ്ട് ആ വിഷയത്തെ പറഞ്ഞു ക്ലോസ് ചെയ്തൊരു അനീഷയെ നമ്മൾ അവിടെ കണ്ടു. അങ്ങനെ ഒരുപാട് ഒരു മനുഷ്യ സ്നേഹത്തിന്റെ, അല്ലെങ്കിൽ തമ്മിലുള്ള ഒരാളെ സഹജീവിയോടുള്ള സ്നേഹത്തിന്റെ, കരുണയുടെ
ഒരു എന്താ പറയുക ഒരു കരുതലിന്റെ അങ്ങനെ ഒരുപാട് ഇപ്പോൾ ഗുളിക തുടക്കകാലങ്ങളിൽ അനീഷ് ഗുളിക എടുത്തു കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഗെയിം സ്ട്രാറ്റജിയാന്ന് പറഞ്ഞ മത്സരാർത്ഥികൾ അവിടെയുണ്ട്. പക്ഷെ ഈ എൻറ്റയർ സീസൺ തീരുന്ന സമയങ്ങളിൽ പോലും ഇപ്പോൾ അവിടെ ഒരു ഗെയിമിന്റെയും ആവശ്യമില്ല എന്ന് പലരും പറയുന്നുണ്ട്. ആ സമയത്ത് പോലും താൻ എന്താണോ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ആ ചെയ്തിരുന്ന കാര്യത്തിനകത്ത് ഒരു മാറ്റവും ഇല്ലാതെ ഇന്നും അത് അതേ രീതിയിൽ ആ നന്മ തുടരുന്നുണ്ട് എങ്കിൽ അതൊരു മനുഷ്യനാണ്. അതായത് സഹജീവിയോട് സ്നേഹമുള്ള, കൂടെ നിൽക്കുന്ന മനുഷ്യനോട് കരുണയുള്ള, തന്റെ കൂടെയുള്ള മനുഷ്യരെ മനുഷ്യരായി കാണുന്ന, അവരുടെ വേദനകളിൽ ഒപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യനെയാണ് നമ്മൾ ബിഗ് ബോസിന്റെ ഈ സീസൺ 7 അകത്ത് കണ്ടിട്ടുള്ളത്. ഒരുപാട് കല്ലുകടികൾ നിറഞ്ഞ സീസണെ വളരെ മനോഹരമാക്കി മാറ്റുന്നതിന് എവിടെയൊക്കെയോ നല്ല ഒരുപാട് വലിയ പങ്കാണ് ഈ അനീഷ് എന്ന് പറയുന്ന മനുഷ്യൻ അവിടെ കാണിച്ചിട്ടുള്ളത്. കാരണം ഈ സീസൺ നമ്മൾ കഴിഞ്ഞു പോയാലും ഇനി ബിഗ് ബോസിൽ എത്ര സീസൺ വന്നാലും ജനം ഓർത്തിരിക്കും ഈ മനുഷ്യനെ. അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സെലിബ്രിറ്റി അല്ലാതെ ഹൗസിനകത്ത് വന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ വളരെ സക്സസ് ആയിട്ടുള്ള വളരെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഡയലോഗുകൾ പുറത്ത് സെലിബ്രിറ്റികൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. അതായത് ഒരു സെലിബ്രിറ്റി അല്ലാത്ത മനുഷ്യൻ പറഞ്ഞ വാക്കുകളെ ഇവിടുത്തെ സെലിബ്രിറ്റികൾ ഒന്നടങ്കം ഏറ്റെടുത്തുകൊണ്ട് അതിനെ സെലിബ്രേറ്റ് ചെയ്ത് അനീഷേട്ടൻ എന്നൊരു സെലിബ്രിറ്റി ആയിട്ടാണ് ഹൗസിനുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്കുള്ളിൽ ചെല്ലുമ്പോൾ രണ്ടു തരം റിസൾട്ടുകളാണ് ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിൽ കിട്ടുന്നത്. ഒന്നുകിൽ അവരുടെ ലൈഫ് മുഴുവൻ സ്പോയിൽ ആവുന്ന ഒരുപാട് നെഗറ്റീവുകൾ കൊണ്ട് നിറയുന്ന ഒരു ലൈഫ് സ്റ്റൈലായിരിക്കും പുറത്തോരെ കാത്തിരിക്കുന്നത്. മറ്റു ചിലർ വളരെയേറെ ഹീറോ പരിവേഷമുള്ള ഒരുപാട് പേർ സ്നേഹിക്കുന്ന ഒരാളായിട്ട് പുറത്തേക്ക് വരും. പക്ഷെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് പറയാം, ഈ ചില PR അഴിച്ചുവിടുന്ന നെഗറ്റീവുകൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു തരത്തിലും അവിടെ മത്സരിച്ച മത്സരാർത്ഥികൾക്കായാലും അല്ലെങ്കിൽ പുറത്തുള്ള മനുഷ്യർക്കായാലും വളരെ സ്നേഹത്തോടെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു ഈ പറയുന്ന കോമണറായി ഇന്ന് സെലിബ്രിറ്റിയായി മാറിയ അനീഷേട്ടൻ. അദ്ദേഹം ബുക്ക് എഴുതുന്ന ആളാണ്, യൂട്യൂബ് ഉള്ള ആളാണ്, സ്വന്തമായിട്ട് ഒരുപാട് ക്രിയേറ്റിവിറ്റികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഒരു തിരക്കഥ, ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു തിരക്കഥ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇങ്ങനെ ഒരുപാട് തലങ്ങളിലേക്ക് പോവാൻ കൊതിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ബിഗ് ബോസിന്റെ കപ്പും കപ്പക്കേക്ക് അവിടെ കളയുക, അതിൽ കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങളാണ് വിജയി. ജനങ്ങളുടെ ഇടയിൽ, മലയാളികളുടെ ഇടയിൽ എന്തിനും വിട്ടുകൊടുക്കാതെ നിങ്ങൾ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ, നിങ്ങളെ ഒപ്പം നിർത്താൻ, നിങ്ങളുടെ ഒപ്പം സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം മലയാളികൾ ഇന്നിവിടെയുണ്ട്. ആ മലയാളികളുടെ മുന്നിൽ അനീഷേട്ട നിങ്ങൾ തന്നെയാണ് വിജയ്. അവിടെ ഇനി ആരത് വിജയിച്ചാലും ആ കിരീടം നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേർ അവിടെ ഉണ്ട്. ഇതൊരു മത്സരമാണ്, ഒരുപാട് ബിസിനസ്സാണ്, ഒരുപാട് പരസ്യമാണ്, കോർപ്പറേറ്റുകളുടെ ഇടയിലുള്ള വലിയൊരു എന്താ പറയാ ഒരു ചങ്ങലയാണ്. അതിനുള്ളിൽ നിങ്ങൾ ഇത്രയും നാൾ അവിടെ നിന്നുവെങ്കിൽ നിങ്ങൾ ചെറിയൊരാളല്ല, നിങ്ങൾ വലിയ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളുടെ യാത്രകൾ തുടരുക, നല്ലൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എത്തുക. നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അവിടെയെല്ലാം നിങ്ങൾ എത്തുക തന്നെ ചെയ്യും. കാരണം നിങ്ങൾ കൊടുക്കുന്ന കമ്മിറ്റ്മെന്റ്, നിങ്ങൾ വെക്കുന്ന കോൺഫിഡൻസ്, നിങ്ങൾ ഒരു വിഷയത്തിലേക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അതിനു വേണ്ടി എടുക്കുന്ന ആ ഒരു കഠിനാധ്വാനം, ഗെയിമിലൊക്കെ നിങ്ങൾ കാണിച്ചിട്ടുള്ളത് എനിക്ക് ഒന്നാതെത്താൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആക്രാന്തം, അത് തന്നെയാണ് ഒരു മനുഷ്യന് വേണ്ടത്. എവിടെയും നമ്മൾ ഒന്നാതെത്താൻ കഠിനമായി പ്രയത്നിക്കണം, എന്നാൽ മാത്രമേ നമ്മൾ അവിടെ എത്തത്തുള്ളൂ. അതെല്ലാം താങ്കൾ പെർഫെക്റ്റ് ആയിരുന്നു. എന്തായാലും താങ്കളെ ഹൗസിനുള്ളിലേക്ക് ലാലേട്ടൻ സ്വീകരിക്കുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, സ്ത്രീ വിരുദ്ധനാണ് എന്ന്. പക്ഷെ ഈ സീസൺ എവിടെ മഷിയിട്ട് നോക്കിയാലും, ഏത് ഭൂത കണ്ണാടി വെച്ച് നോക്കിയാലും ഒരു സ്ത്രീയെ പോലും ഒരു വാക്കുകൊണ്ട് ഉപദ്രവിക്കാത്ത, അല്ലെങ്കിൽ അവരുടെ പേഴ്സണലായിട്ട് അവരെ ആക്രമിക്കാത്ത, ഗെയിം പരമായിട്ട് താങ്കൾ ആക്രമിച്ചിട്ടുണ്ട്. മറിച്ചൊരു സ്ത്രീത്വത്തെയോ സ്ത്രീയെയോ ബഹുമാനത്തോടെ അല്ലാതെ ദേഷ്യത്തോടു കൂടിയോ ആക്രമിക്കുന്ന തരത്തിലോ ഒന്നും താങ്കൾ കണ്ടിട്ടില്ല. അതിലൊക്കെ താങ്കൾക്ക് 100 മാർക്ക് തന്നെയാണ്. പിന്നെ പുരുഷൻ അനുഭവിക്കുന്ന, താങ്കളുടെ ഭാഗത്ത് ഒരു കാര്യം മാത്രം വിഷമത്തോടുകൂടി പറയുന്നുണ്ട്, പുരുഷനെതിരെ ഒരുപാട് അലിഗേഷൻസ് ഉണ്ടായ ഒരു സീസണാണിത്. തെറ്റായ ഒരുപാട് അലിഗേഷൻസ് ഉണ്ടായ ഒരു സമയമാണിത്. എന്തിനേറെ താങ്കൾക്കെതിരെ പോലും ഒരുപാട് പ്രശ്നങ്ങൾ ഈ പറയുന്ന അവിടെയുള്ള ചില മത്സരാർത്ഥികൾ കാരണം ഉണ്ടായിട്ടുണ്ട്. അവിടെ പോലും താങ്കൾ സൈലന്റ് ആയി നിന്നത് എന്തിനെന്ന് മനസ്സിലായിട്ടില്ല. മറ്റെല്ലാ വിഷയത്തിനും തീ പോലെ ആക്രമിക്കുന്ന താങ്കൾ അത്തരം വിഷയങ്ങളിലൊന്നും സൈലന്റ് ആവുന്നത് കണ്ടു. മറ്റെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അനീഷേട്ടാ നിങ്ങൾ തന്നെയാണ് ജനമനസ്സിലെ വിജയ്. ഇനി ആ കപ്പ് ആരോ കൊണ്ടുപോയിക്കോട്ടെ, ഏത് PR ബലത്തിൽ ആരാ കപ്പെടുത്താലും ജനങ്ങളുടെ ഇടയിൽ അനീഷേട്ടാ നിങ്ങൾ തന്നെയാണ് വിജയ്. അപ്പൊ എന്തായാലും
എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി ഒരു മഹാത്ഭുതം സംഭവിച്ച് താങ്കൾ വിജയിക്കുകയാണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും മറ്റു വിശേഷങ്ങളുമായി വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.